listeners, and upon the second part of the video, how to get 1000 stars as a F2P. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിയുക. എന്നിട്ട് മാത്രമേ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇത് തരും എന്ത് ഒരു വാട്ട് ഈസ് ഗോയിങ് ടു കം നെക്സ്റ്റ് എന്നുള്ളൊരു ഇത് തരും. ആൻഡ് യു ഗോൺ ഫേസ് ദാറ്റ്. യെസ്. അപ്പം അതുകൊണ്ട് മാത്രമായിട്ട് നമ്മൾ ഈ വീഡിയോ ഇറക്കണത്. ബിക്കോസ് കുറേ F2P പ്ലേയേഴ്സ് ഇവിടെ കഷ്ടപ്പെട്ട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈസ്. ഓൻ്റെ അക്കൗണ്ടിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഓനൊരു ഷോർട്ട് കിട്ടിയിരുന്നു 1000 ചാർജസ് F2P. അതും ആ ചാനലും കൂടെ ഒന്ന് എല്ലാവരും പോയി നോക്കുക. ആൻഡ് അക്കൗണ്ടിലും പോയി നോക്കുക. ഓന് ഇതേപോലെ പ്ലേലിസ്റ്റ് ഇപ്പോൾ എടുത്ത് തുടങ്ങും തോന്നുന്നു. അപ്പം എല്ലാവരും അത് പോയി ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ടൈം മാനേജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് മോസ്റ്റ്ലി വേണ്ടത്. ഞാൻ പറഞ്ഞ ഒരു FC ചാമ്പ്യൻ എടുക്കുകയാണെങ്കിൽ നല്ല പുഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ ആവശ്യമില്ല, ഒരു 20 to 30 അല്ലെങ്കിൽ ഏകദേശം കുറച്ചൊക്കെ കളിക്കുന്ന ആൾ, നല്ല കളിക്കുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 110 ഒക്കെ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പോലെ ഒരു 6-7 ദിവസം കൊണ്ട് ഫസ്റ്റ് അറ്റാക്കിലൊക്കെ നല്ല അറ്റാക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും FC ചാമ്പ്യൻ കയറും. ഞാൻ ആപ്പാടി 7 ദിവസം എടുത്തിട്ടാണ് FC ചാമ്പ്യൻ കയറിയത്. 6-7 ദിവസമായിട്ട് എടുത്തിട്ടുള്ളൂ. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ സ്റ്റോപ്പ് ചെയ്താണ് കളിച്ചത്. പക്ഷേ എന്നാലും FC ചാമ്പ്യൻ പറ്റാത്തൊരു സ്പീഡിലെടുക്കാൻ നോക്കുക അടുത്ത സീസണൊക്കെ. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഹെഡ് ടു ഹെഡ് പുഷ് ചെയ്യാം. ബിക്കോസ് പിന്നെ സ്റ്റാർ പുഷ് ചെയ്തിട്ട് അത്ര കാര്യമില്ല. വീക്കിലി 1500 കിട്ടുകയാണെങ്കിൽ ഒരു മാച്ചായിട്ട് കളിച്ചാൽ മതി. എന്നാലും നിങ്ങൾക്ക് 1000 എത്രയോ കിട്ടും. അപ്പം മോസ്റ്റ്ലി അത് ലൂസ് ചെയ്യുക. പിന്നെ അത്രയും ഈ തേഴ്സ്ഡേ ആണല്ലോ പുതിയ ഇവൻറ്റ്സ് ഒക്കെ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേയ്സിൽ തന്നെ നമ്മൾ ഇത് അതിൻ്റെ ഒരു വീക്ക് മുമ്പെങ്കിലും ഈ റിസോഴ്സസൊക്കെ നല്ല പാക്കപ്പ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു എവിടെന്നെങ്കിലും ഒരു 3K ജംസ് ഇട്ട് വെച്ചോ. എന്തെങ്കിലും ബെക്കൺസ് കംപ്ലീറ്റ് ചെയ്തിട്ട് 2000 3000 ജംസായിട്ടും കിട്ടി. അത് അപ്പോഴേക്കും പോയിട്ട് എപ്പോഴേ എന്ന് പറഞ്ഞ് തീർക്കുന്നത് ഗൈസ്. ബിക്കോസ് അപ്പോഴേക്കും നമ്മൾ വേറെ ഇവൻറ്റ് വരുന്നുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഇവൻറ്റ് എനിക്ക് തോന്നുന്നത് 110 to 111 കൂടുന്നാണ് തോന്നുന്നത്. അപ്പം ഇനി കിട്ടണം, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സീസണിൽ എനിക്ക് കിട്ടുന്ന FC ചാമ്പ്യൻ്റെ ഈ യൂണിവേഴ്സൽ ടോക്കണൊക്കെ കുറച്ചുണ്ടെങ്കിൽ അത്ര വേണം വേണ്ട, ഒരു 10K ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ സ്പെൻഡ് ചെയ്യും. ബിക്കോസ് ആ 105 to 109 ആ ടോർച്ചിൻ്റെ ആ സാധനത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളത് അങ്ങോട്ട് എടുത്ത് വയ്ക്കും. അടുത്ത സീസൺ കൂടി ആകുമ്പോൾ അതിനെ കട്ടി കൂടും, OR കൂടും, അതിനനുസരിച്ച് ജംസിൻ്റെ ഇതൊക്കെ കൂടും. അപ്പം ലീഗും ഞാൻ അതേപോലെ തന്നെയാണ് ഗൈസ് ചെയ്യാൻ പോണത് ആസ് വെൽ. അപ്പം ലീഗ് ടോക്കൺസ് ഒന്ന് കളക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ ഐ ഹാവ് എ യൂട്യൂബ് ചാനൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഒരു സ്ക്രിപ്റ്റ് പോലെ ഞാൻ അയച്ചിരുന്നാവും. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഐ വാണ്ട് ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ ഇട്ടോളൂ. ആൻഡ് അതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാവും. ഫുള്ളായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആൻഡ് അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. ആൻഡ് ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ അതും ഇതിൻ്റെ ഒപ്പം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറയാൻ മറന്നുപോയി. ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ എക്സോബേലിനെ കുറിച്ച് മാത്രമല്ല ഹൗ ടു ഗ്രോ യൂട്യൂബ് ചാനലിനും കൂടി പറയുന്നുണ്ട്. ബിക്കോസ് ഞാൻ എത്ര ഗ്രോ ഇടില്ല, എന്നാലും നിങ്ങളുടെ ലെക്ക് അനുസരിച്ചിട്ടാണ് കഴിച്ചിരിക്കുക. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് മാറുക. ഓക്കെ. അപ്പോൾ ഞാൻ ഓരോരോ കമൻറ്റിനും ഓരോരോ റിപ്ലൈ ആവും തരുന്നുണ്ടാവുക. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിരിക്കും. ആൻഡ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ നല്ല പേര് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുക നല്ലൊരു പേര് കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവരുത്. ആൻഡ് അത്ര പഠിപ്പിക്കുന്ന പേരൊന്നും വേണ്ട. ആൻഡ് വീഡിയോ എഡിറ്റ് ചെയ്യണത് നല്ലൊരു എഡിറ്ററാണ്. ഓക്കെ. നല്ലൊരു എഡിറ്റർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കൂട്ടിച്ചേർത്ത് നല്ലൊരു പറ്റാത്ത എഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ മെയിനായിട്ടുള്ള സാധനമാണ് നമ്മുടെ ചാറ്റ് ജിപിറ്റിക്ക് അതിനും കൊടുത്തിട്ടോ ശരി അങ്ങനെ പറഞ്ഞിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളതിനെ എഡിറ്റ് ചെയ്തെടുക്കുക.
ദിസ് ഇസ് സെക്കൻഡ് പാർട്ട് ആൻഡ് ദ തേർഡ് പാർട്ട് പറയണത് SEOനെ കുറിച്ചാവും. നമ്മളിങ്ങനെ ഫോർത്ത് പാർട്ട് ഇനി ഹൗ ടു ഗ്രോ യൂട്യൂബ് ആവുക, അങ്ങനെ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് ഞാനിപ്പോൾ 2 പാർട്ട് റെക്കോർഡ് ചെയ്യാനുണ്ടാവുള്ളൂ. ഇത് ഓരോ ദിവസമായിട്ടാവും പിന്നെ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ 5-6 ദിവസത്തിനായിട്ടും സ്ട്രെയിറ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യും. ആ പ്ലേലിസ്റ്റിൽ എല്ലാവരും വന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എൻ്റെ പുതിയ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. F2P ആണെങ്കിൽ F2P ആണെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് ഐ ആം F2P എന്നിടുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും. ആൻഡ് ഹാഷ് ഇടുക. നിങ്ങൾ എന്തെങ്കിലും വീഡിയോ തുടങ്ങുമ്പോൾ ഹാഷ് ഇട്ടിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഒരു ഫസ്റ്റ് വീഡിയോയിൽ F2P ആണെങ്കിൽ മാത്രം മതി കേട്ടോ. ബിക്കോസ് F2Pൻ്റെ ഒരു ഇത് ഇപ്പം SEOയിൽ തീരെ ഒരു നോക്കണേ ഇല്ല. എക്സ്ചേഞ്ച് ഒക്കെ നോക്കുക ഗൈസ്. 101ൻ്റെ ഇത് നോക്കി 101 കിട്ടുന്നുള്ളൂ. വേറെ 103 മാത്രമേ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് കിട്ടുള്ളൂ. അപ്പം ഈ മറ്റേ നമ്മൾ കുറേ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്, ലൈക്ക് RK Reddy ആൻഡ് ഓൾ. പക്ഷേ ഒരു FC പോയിന്റ് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയല്ലേ ഗൈസ് കിട്ടണത്, നമുക്കതിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഡിയോഗോ മറഡോണ, കനവാരോ, കാഫു. അപ്പം ഇവരൊക്കെ ഒരു ഗ്രോ ആയിപ്പോയി ആൻഡ് ദേ ക്യാൻ മേക്ക് മണി ഫ്രം ദിറ്റ്. അപ്പം നമ്മൾ പതുക്കെ ഗ്രോ ആയി വരുന്നുള്ളൂ. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് ഇതാകുക. ആൻഡ് പെട്ടെന്ന് തന്നെ വ്യൂസ് കൂടുന്നതെന്ന് വിചാരിക്കണ്ട. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് പേഷ്യൻസ് വിൽ കം ത്രൂ. അപ്പം നമുക്ക് അടുത്ത വാർത്തയിൽ കാണാം. ബൈ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.